നസീസ് ആർക്കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഡേ ഇൻ മൈ ലൈഫ് ഇടാനാണ് കേട്ടോ എല്ലാവർക്കും ആഗ്രഹം. എല്ലാവരും പറയുന്നുണ്ട്. ഇൻഷാ അല്ലാ അടുത്ത് തന്നെ ഞാൻ ഇടാം കേട്ടോ. പിന്നെ വീഡിയോ ഇടാനൊക്കെ ഭയങ്കര മടിയായിട്ടുണ്ട് കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ ഒന്ന് നിന്നു പോയാൽ പിന്നെ അങ്ങനെയാണ്, ഒന്ന് പൊന്തിച്ച് കൊണ്ടുവരാൻ നല്ല പാടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു എഗ് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി 1 പോട്ട് എഗ് ബിരിയാണി ഉണ്ടല്ലോ, അത് കുക്കർ വെച്ചിട്ട് എളുപ്പത്തിൽ നമുക്കിത് എന്താണ് ഈ കുട്ടികൾക്ക് ലഞ്ച് ബോക്സ് ആയിട്ടും നമുക്ക് ലഞ്ചായിട്ടും ഡിന്നറായിട്ടും എന്തായിട്ടും കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബിരിയാണിയാണ് കേട്ടോ. എളുപ്പത്തിൽ തന്നെ റെഡിയാക്കാവുന്നതാണ്. അപ്പോൾ അത് ഉണ്ടാക്കി കാണിക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഒരു പ്രൊഡക്റ്റും കൂടി ഇതിൻ്റെ കൂടെ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതാ ഈ എഗ് ബിരിയാണി കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ അന്ന് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇക്കാക്ക പണി കഴിഞ്ഞിട്ടില്ല, പണീൻ്റെ ഉള്ളിൽ കൂടി എന്തോ ആവശ്യത്തിന് വന്ന സമയത്ത് അപ്പോൾ ഞാനിത് വേഗം ഒരു അവിൽ മിൽക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ കാര്യമായിട്ട് പറയാത്ത എല്ലാവർക്കും അറിയുന്ന സിമ്പിളാണ് കേട്ടോ. ഈ എന്താണ് അവിൽ മിൽക്ക് എനിക്കാണ് ഭയങ്കര ഇഷ്ടമാണ്. അവിൽ മിൽക്ക് ഞാൻ മധുരം ഇടാതെയാണ് കേട്ടോ കടയിൽ നിന്നൊക്കെ വാങ്ങൽ. അങ്ങനെ വല്ലപ്പോഴും ഞങ്ങൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് കഴിക്കാറുണ്ട്. വീട്ടിൽ പിന്നെ ഞാൻ അങ്ങനെ തന്നെ ഉണ്ടാക്കലില്ല കേട്ടോ. അപ്പോൾ ഇന്ന് സാധനമൊക്കെ വാങ്ങാൻ പോയപ്പോൾ പിന്നെ കടലയും പാലും വാങ്ങാൻ പറഞ്ഞതിന്, അപ്പോൾ പഴവും അവിലും ഒക്കെ ഇവിടെ ഉണ്ടായിന്. അപ്പോൾ അത് ആ അവിൽ ഞാൻ കുറച്ച് വറുത്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ്. പിന്നെ ഈ അവിൽ മിൽക്ക് ഒരു ഗ്ലാസ് കുടിച്ചാൽ തന്നെ വയറ് നല്ല ഫില്ലാവും. പിന്നെ ചോറുന്നേണ്ട ആവശ്യമില്ല കേട്ടോ. അതുകൊണ്ടാണ് അന്ന് എഗ് ബിരിയാണി കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. ഇനി അവിൽ മിൽക്ക് ഇഷ്ടമുള്ളവർ ഒന്ന് കമൻ്റ് ഇടണം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അഗാരോൻ്റെ ഒരു എഗ് ബോയിലറാണ് കേട്ടോ ഞാനിവിടെ ഒന്ന് പരിചയപ്പെടുത്തുന്നത്. അഗാരോ നല്ല കമ്പനിയാണല്ലോ. അപ്പോൾ നിങ്ങൾ അധികം വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ. ഈ ഒരു എഗ് ബോയിലർ നല്ല എളുപ്പമാണ് കേട്ടോ. 8 എഗ്ഗ് വരെ ഇതിൽ ബോയിൽ ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു എന്താ ഈ പ്ലഗ് ഇല്ല, കുത്തുന്ന വയറും അതൊക്കെ നല്ല നീളമാണ് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു കപ്പ് ഇതിൻ്റെ കൂടെ ഉണ്ട്. അതിൻ്റെ അടിയിൽ ഒരു മൊന പോലത്തെ ഒരു സാധനം ഉണ്ട് കേട്ടോ, ഒരു പിന്ന് പോലത്തെ. അത് എന്താണ് അത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ എന്താന്ന്. അപ്പോൾ പിന്നെ അതിൻ്റെ കൂടെ ഒരു ഇങ്ങനത്തെ ഒരു ബുക്കും ഉണ്ട്. അപ്പോൾ അതിൽ ഇതിൻ്റെ എങ്ങനെയാണ് ഇത് പ്രവർത്തിപ്പിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ വിശദമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എഗ് ബോയിലറിൻ്റെ കൂടെ തന്നെ പോച്ച്ഡ് എഗ്ഗ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ട്രേയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല ഈ എന്താ പറയുക ഈ ചൂടൊക്കെ ഇതാക്കാൻ പറ്റിയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. അത് പിന്നെ ഇങ്ങനത്തെ സാധനം പിന്നെ അങ്ങനെ തന്നെയാണല്ലോ ഉണ്ടാവുക. പിന്നെ അതേപോലെ തന്നെ എല്ലാം ഫുഡ് സേഫ്റ്റിയാണ്, അതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഞാൻ അതിൻ്റെ ആ ട്രേയും ആ എന്താണ് കോഴിമുട്ട മൂടി വെക്കുന്ന ഒരു ഇതുണ്ടല്ലോ അടപ്പ്, അതും എല്ലാം കൂടിയൊക്കെ ഒന്ന് നല്ലോണം സോപ്പിട്ട് കഴുകാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നൊക്കെ വരുന്ന സാധനങ്ങളല്ലേ, അപ്പോൾ എന്തായാലും അത് കഴുകണം. അതിൻ്റെ ട്രേയും എല്ലാ സാധനവും മറ്റേ ഞാൻ തുടച്ചെടുത്തിക്കാണ് കേട്ടോ, നനഞ്ഞ തുണി വെച്ചിട്ട് ആ എഗ്ഗ് ബോയിൽ ചെയ്യുന്ന ആ ഒരു ഇത്. പിന്നെ നമ്മളിപ്പോൾ കാണിച്ചെന്നുള്ള ഒരു കപ്പ് ഉണ്ടല്ലോ, ആ കപ്പിനൊരു കപ്പ് വെള്ളമാണ് നമ്മൾ ആ എഗ്ഗ് ബോയിലറിൽ ഒഴിച്ച് കൊടുക്കേണ്ടത്. അതിൻ്റെ മേലാണ് ട്രേ വെച്ചിട്ട് അതിന് മേലെ എഗ്ഗ് ഇങ്ങനെ നിരത്തി വെക്കുക ചെയ്യേണ്ടത്. പിന്നെ ഞാനിവിടെ 8 കോഴിമുട്ടയാണ് കേട്ടോ പുഴുങ്ങാനായിട്ട് വെക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നല്ല വൃത്തിയാക്കി കഴുകിയിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുള്ള ആ ഒരു കപ്പിന് ഒരു കപ്പ് വെള്ളമാണ് കേട്ടോ ഈ ഒരു ട്രേ അല്ല ഈ ഒരു ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത്. പിന്നെ അതിൻ്റെ മേലെയാണ് ട്രേ വെക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ആ ഒരു കപ്പിൻ്റെ അടിയിൽ ഞാൻ പറഞ്ഞില്ല ഒരു സൂചി പോലെ ഉണ്ട്, അതുകൊണ്ട് കുത്തുക. അത് വെച്ചാൽ കോഴിമുട്ട ഒന്നും ക്രാക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. പൊട്ടിപ്പോകുന്നില്ല കേട്ടോ കോഴിമുട്ട. അപ്പോൾ ചെറിയ റോൾസ് ഇട്ടിട്ട് അങ്ങനെ വെച്ച് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് എത്ര കോഴിമുട്ട വേണമെങ്കിലും പുഴുങ്ങാം കേട്ടോ. 8 കോഴിമുട്ട വരെ പുഴുങ്ങാമെന്നാണ് പറയുന്നതല്ല, അതിനുള്ള ആ ഒരു ഇതുള്ളത് 8 കോഴിമുട്ടൻ്റെ ഒരു ഇതാണുള്ളത്. അപ്പോൾ ഞാനിവിടെ 5 കോഴിമുട്ടയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള അത്രയും വെക്കാം. പിന്നെ വേറെ ഒന്നുമില്ല, അതിങ്ങനെ കോഴിമുട്ട വെച്ച് കൊടുക്കുക. ആ ഒരു അതിൻ്റെ മൂടി ഉണ്ടല്ലോ അതും അതേപോലെ തന്നെ ഫുഡ് സേഫ്റ്റിയാണ് കേട്ടോ. മേടിക്കാനൊന്നുമില്ല, ചൂടായാലൊന്നും കുഴപ്പമില്ല. അതിങ്ങനെ സ്വിച്ച് ഓൺ ആക്കിയിട്ട് റെഡിയാക്കി വെക്കുക. വേറെ ഒരു പണിയില്ല, നല്ല എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ റെഡിയായി വരും. 10 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഓഫ് ആവും. ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ലിങ്കും പിന്നെ അതേപോലെ ഈ ഡിസ്കൗണ്ട് കോഡും ഇട്ടു കേട്ടോ. ആ ഡിസ്കൗണ്ട് കോഡ് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ 12% വരെ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും. പിന്നെ കുറഞ്ഞ വിലയുള്ളൂ കേട്ടോ അതിന്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടേ. പിന്നെ എഗ്ഗ് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഞാൻ കുക്കറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇവിടെ 4 ലിറ്ററിൻ്റെ കുക്കറാണ് എടുത്തിട്ടുള്ളത്. ഒരു കപ്പ് അരി കൊണ്ടാണ് കേട്ടോ ഞാൻ ബിരിയാണി വെക്കുന്നത്. എനിക്കും കാക്കക്കും അത് മതി ഒരു നേരത്തേക്ക്. പിന്നെ അത് ഉള്ളി ഞാൻ ഒരു ഉള്ളി എടുത്തിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നമ്മൾ ഗാർണിഷ് ചെയ്യാനും കുറച്ച് നമ്മൾ മസാലയിലേക്കും കൂടിയാണ്. പിന്നെ ആ ഉള്ളി പൊരിച്ച് മാറ്റിയതിന് ശേഷം അണ്ടി മുന്തിരിയും കൂടി ഇടുകയാണ്. അപ്പോൾ അണ്ടി മുന്തിരിയൊക്കെ ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെ ഉണ്ട് കേട്ടോ. സാധാരണ ഞാൻ എപ്പോഴും പറയില്ലേ, ഇവിടെ ബിരിയാണി വെക്കുമ്പോൾ ഞാൻ അണ്ടി മുന്തിരി ഒന്നും അധികം ഇടലില്ല. ഞങ്ങളെ ആവശ്യത്തിന്
ആവശ്യത്തിന് മാത്രമേ വെക്കുകയാണെങ്കിൽ. അപ്പോൾ പരിപാടിക്കൊക്കെ വെക്കുകയാണെങ്കിൽ ഇടും. പിന്നെ അത് അതേപോലെ തന്നെ ഒരു ചെറിയ ഉള്ളി, വലിയ ഉള്ളി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് വെളുപ്പമില്ലാത്ത ഉള്ളി എടുത്തിട്ട് വഴറ്റിയെടുക്കുകയാണ്. പിന്നെ അതപ്പോൾ കണ്ടില്ല, അത്രയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ടിട്ട് ചതച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതാ ഒരു തക്കാളി നല്ലോണം ഒന്ന് ചെറുതാക്കി അരിഞ്ഞതും കൂടി ചേർത്തിട്ട് അത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ എഗ് ബിരിയാണി നിങ്ങളെല്ലാവരും ഉണ്ടാക്കലുണ്ടാവും എന്നാട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ ഈ ടൈപ്പ് അല്ലെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി. കുട്ടികൾക്ക് മസ്റ്റായിട്ടും കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ളത് തന്നെയാണ് കേട്ടോ. പിന്നെ അതാ കുറച്ച് കറിവേപ്പിൻ്റെലയും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്തിട്ട് ചെറുതാക്കി അരിഞ്ഞിട്ട് അതും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് തന്നെയാണ് കേട്ടോ ഇതിടുന്നത്. നമ്മൾ സാധാരണ ബിരിയാണീൻ്റെ അതേപോലെ മസാല അല്ല, ഞാൻ കൂടുതൽ തൈര് അങ്ങനത്തെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ ഇതിൽ. പിന്നെ അതാ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി, പിന്നെ ഗരം മസാലപ്പൊടിയും, പിന്നെ ഈ കുരുമുളക് പൊടിയും, പിന്നെന്താണ് കുറച്ച് ഈ വലിയ ജീരകത്തിൻ്റെ പൊടി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. കുറച്ച് ഞാൻ ഇട്ട ബിരിയാണീൻ്റെ ഒരു ടേസ്റ്റിന് ഈ വലിയ ജീരകത്തിൻ്റെ പൊടി നല്ലതാണല്ലോ വിചാരിച്ചിട്ടാണ്. പിന്നെ അത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ തീ ലോ ഫ്ലെയിമിലേക്ക് ആക്കണം കേട്ടോ, പൊടികളൊക്കെ ഒന്ന് വഴറ്റുമ്പോൾ. അപ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. പിന്നെ ഞാൻ നേരത്തെ പൊരിച്ച് വെച്ചിട്ടുള്ളതിന് കുറച്ച് ഉള്ളി എടുത്തിട്ട് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ നമ്മൾ സാധാ ബിരിയാണിയിലേക്കും ഇങ്ങനെ ഉള്ളി പൊരിച്ചത് കുറച്ചിടുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഒരു കപ്പ് അരിയാണല്ലോ എടുക്കുന്നത്, കൈമ റൈസാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ കൈമ റൈസ് ഒരു കപ്പ് എടുക്കുമ്പോൾ 1.25 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. അപ്പോൾ ഒരുപാട് വെള്ളമായി പോകണ്ട, കുക്കർ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തത്. ഒറ്റ വിസിൽ തന്നെ വെന്ത് വരുമല്ലോ. അപ്പോൾ കൂടുതൽ വെള്ളമായാൽ ഒരു അലിഞ്ഞും കൊണ്ട് വെക്കും. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് അരി ഇട്ടിട്ട്, അതായത് നമ്മൾ ലഞ്ച് ബോക്സിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതേ ഒരു റെസിപ്പി തന്നെ ഫോളോ ചെയ്താൽ മതി, ഇതേ അളവ് തന്നെ മതി കേട്ടോ. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ അത് അതിലേക്ക് നമ്മൾ പുഴുങ്ങിയ കോഴിമുട്ട ഉണ്ടല്ലോ, അത് 4 ഒന്നും വേണ്ട കേട്ടോ, 2 2 തന്നെ മതി. അപ്പോൾ ഞാനിങ്ങനെ ഒന്ന് വീഡിയോ എടുക്കല്ലേ വിചാരിച്ചിട്ടാണ് കുറച്ച് അധികം ഇട്ടത്. അപ്പോൾ അതിന് വരട്ട് കൊടുക്കണം കേട്ടോ ആ ഒരു എഗ്ഗിന്. അപ്പോൾ അത് ചില മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അത് അരമുറി ചെറുനാരങ്ങൻ്റെയും പകുതി ഞാനിതിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അരിയാണ് നമ്മൾ നേരത്തെ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള, ഇത് കുതിർത്തിട്ടൊന്നുമില്ല കേട്ടോ, കഴുകി ഊറ്റി വെച്ചിട്ടുള്ള വെള്ളം വാർന്നിട്ട് വേണം ഇടാൻ, അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ. പിന്നെ അരിയും കൂടി ഇട്ട് നന്നായി ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ മൂടി വെച്ചിട്ട് ഒറ്റ വിസിലാണ് കേട്ടോ വെക്കേണ്ടത്. പിന്നെ അത് അതിലേക്ക് കുറച്ച് നെയ്യ് ചേർക്കുന്നുണ്ട്, 1 ടീസ്പൂൺ അളവിലുള്ള നല്ല നെയ്യും കൂടി ഇതിൻ്റെ മേലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. നല്ല ടേസ്റ്റ് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടായി കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് വെച്ചതിനോണ്ടാണോ എനിക്കറിയില്ല കേട്ടോ, അത്രയും നല്ല ടേസ്റ്റ് ഉണ്ട്, എനിക്ക് ആർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിനി. ഇതാ ഒരു വിസിൽ വന്ന് അത് മൂടി വെച്ചിട്ട് പിന്നെ അതിൻ്റെ എയറൊക്കെ ഫുള്ളായിട്ട് പോകുന്ന വരെ ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ മൂടി തുറക്കേണ്ടത്. പിന്നെ അതാ ഒരു അരമണിക്കൂറൊക്കെ ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോഴേക്കും ഇതാ അണ്ടി മുന്തിരിയും ആ ഉള്ളി പൊരിച്ചതും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് അതിൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ബിരിയാണിക്ക്. പിന്നെ അതാ ഞാൻ ഒരു ഫോർക്ക് വെച്ചിട്ട് നല്ലോണം ഒന്ന് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഒന്നായിട്ട് കയ്യിൽ വെച്ചിട്ടോ ചട്ടകം വെച്ചിട്ടോ ഒന്ന് കുത്തി ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ തൈര് ആണ് കേട്ടോ കൂട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തൈരോ അച്ചാറോ പപ്പടോ എന്ത് വേണമെങ്കിലും കൂട്ടാവുന്നതാണ്. അപ്പോൾ അത് അന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, മറക്കാതെ.